ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. അപ്പോൾ കുറേ നാളായി നമ്മൾ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്, അപ്പോൾ ഇന്നിതേ കറക്റ്റ് 12 മണി ആയ സമയത്ത് ഞാൻ വിചാരിച്ചു ഐശ്വര്യമായിട്ട് ഇപ്പം തന്നെ ഒരു വീഡിയോ എടുക്കാം എന്നുള്ളത്. എന്താ ഒന്നുമില്ല, ഇപ്പോൾ എന്താ ശരിക്കും പറഞ്ഞാൽ ഒരു അസുഖം, മടി ഒരു അസുഖമാണെങ്കിൽ ആ ഒരു അസുഖത്തിൽ ഞാൻ വല്ലാണ്ട് ക്രിട്ടിക്കലായിട്ട് കിടന്നിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ കുറേ റീസൺസ് ഉണ്ട്. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യണ്ടെന്ന് തോന്നുമ്പോൾ അതിന് നമ്മളായിട്ട് തന്നെ കണ്ടുപിടിക്കുന്ന ഒരുപാട് എക്സ്ക്യൂസസ്, ഒരുപാട് അസൗകര്യങ്ങളും ഒക്കെ ഉണ്ടാവല്ലോ. ഞാൻ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ കാണുന്നുള്ളൂ. ഒരുപാട് ഇപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് തന്നെ എന്തായാലും 2024 നമ്മൾ തുടങ്ങുമ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് പ്രാർത്ഥനകളൊക്കെ ആയിട്ട് തുടങ്ങിയത്. ഞാൻ കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത് ന്യൂ ഇയറിൻ്റെ ഒരു വീഡിയോ ഇടുമ്പം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ഒരു ലോ ആയിട്ടുള്ളൊരു നോട്ടിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു വർഷമായിരുന്നു 2024. 2023 എന്ന് പറഞ്ഞത് ഒരുപാട് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് നഷ്ടങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ, എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും മോശം ഒരു വർഷം എന്ന് വേണമെങ്കിൽ 2023 പറയാം. അപ്പോൾ അങ്ങനെ ഒരു ന്യൂ ഇയർ അവിടെ ഞാൻ ഭയങ്കര ഹോപ്പ്ഫുള്ളായിട്ട് ഭയങ്കര പ്രതീക്ഷയിൽ തുടങ്ങിയൊരു വർഷമാണ് 2024. പക്ഷേ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പം എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഞാനും ഇമോഷണലി വളരെ അൺസ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വർഷമാണ്. ഒരു കാര്യങ്ങളും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. പലതും ചെയ്യണം എന്ന് തോന്നിയിരുന്നു. ഇപ്പോൾ ചാനൽ എന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ ഗ്രോത്ത് ശരിക്കും താഴോട്ടായിരുന്നു. ഒരു ലാസ്റ്റ് 2 ഇയേഴ്സിൽ അത് എൻ്റെ സൈഡിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള നമുക്കിപ്പോൾ ഒരു കാര്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ തന്നെ ഒരു കാര്യം എക്സൈറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തി നിങ്ങൾക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെയോ കാരണങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസ് പലതും ഞാൻ പോലും എന്താ പറയുക എൻജോയ് ചെയ്ത് ചെയ്യാനുള്ള, അല്ലെങ്കിൽ എനിക്കെന്തോ അത് ചെയ്യാനൊരു ബുദ്ധിമുട്ടായിട്ട് മടിയെന്നോ വിഷമെന്നോ ഡിപ്രഷനെന്നോ എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ എനിക്ക് തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഹാപ്പി അല്ലാതെ ചെയ്ത കുറേ കാര്യങ്ങളായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും പലർക്കും ആ വീഡിയോസിൽ കണക്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എനിക്കും പല കാര്യങ്ങളായിട്ട് എനിക്ക് വീഡിയോസ് ചെയ്യാൻ തോന്നിയില്ല. അങ്ങനെ മൊത്തത്തിലൊരു ആകെ ഒരു അൽക്കുലത്തായിട്ട് നിൽക്കുമായിരുന്നു ശരിക്കും ഈ 2024. പക്ഷേ അതൊരു സൈഡിലാണെങ്കിലും പല കാര്യങ്ങളെ കൊണ്ടും ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത ഒരു വർഷം കൂടിയായിരുന്നു. നമ്മൾ 2024 സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ ഒരു വർഷം ശരിയാക്കണം, ഈ ഒരു വർഷം നഷ്ടപ്പെട്ട പല കാര്യങ്ങളും തിരിച്ചെടുക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിലും മനസ്സിലെ സ്വപ്നം പോലും കാണാത്ത പല നല്ല കാര്യങ്ങളും ദൈവം എന്നിലേക്ക് കൊണ്ടു തന്നിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ്, ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും കടന്നുപോയി. പുറത്തുനിന്ന് കാണുന്നവർക്ക് പെട്ടെന്ന് ജഡ്ജ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മൾ ഏത് കൂടെയാണ് പോകുന്നത്, നമ്മൾ എന്ത് സിറ്റുവേഷനെ കൂടെയാണ് പോകുന്നത് എന്നുള്ളത് എനിക്കും എന്നെ ഏറ്റവും ക്ലോസ് ആയിട്ട് ചുറ്റിപ്പറ്റി ഇട്ടിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം അത് ഞാൻ എന്താ പറയുക, നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2023 2024 എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു സർവൈവൽ 2 ഇയർ ആയിരുന്നു. പക്ഷേ എന്താ പറയുക, നമ്മൾ എന്തായാലും വീണോടത്തുനിന്ന് എണീക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ എൻ്റെ ലൈഫിൽ വന്നു വിട്ടിട്ടുള്ള കുറച്ച് നല്ല കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്ന്, ആസ് എ മദർ എനിക്ക് ഭയങ്കര സന്തോഷം തന്നിട്ടുള്ളൊരു ഇയറാണ്. ഇപ്പോൾ പാച്ചുവിനെ ഈ വർഷത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് അവൻ്റെ സ്പീച്ചിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ അവനെ കൊണ്ട് നടന്നിരുന്നതും കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മോമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പേഴ്സണലി നമുക്കിപ്പം നമ്മുടെ ലൈഫിൽ ഒരു മോശം സിറ്റുവേഷൻ വരുമ്പം നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. നമ്മൾ കുറേ അടി കിട്ടിയാലും നമ്മൾ പിന്നെയും പല കാര്യങ്ങളുടെ പുറകെ പോവും. പക്ഷെ നമുക്ക്
നമുക്ക് തന്നെ മനസ്സിലായി പോകും നമ്മുടെ അനുഭവങ്ങളെ കൊണ്ട്. നമ്മുടെ മോശം അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കൂടെ ആര് നിൽക്കും, നമ്മളെ ആരൊക്കെ മനസ്സിലാക്കും, നമ്മുടെ ലൈഫിൽ മുന്നോട്ട് ഇനി ആരെയൊക്കെ കൊണ്ടുപോകണം, ആരെയൊക്കെ നമ്മളെ അകറ്റി നിർത്തണം, അങ്ങനെയുള്ള ഒരുപാട് ലൈഫ് ലെസൺസും എനിക്ക് ഈ ഒരു വർഷം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങളോടൊക്കെ ഞാൻ ഷെയർ ചെയ്ത ഒരു കാര്യമാണ് ഞാനൊരു കാർ എടുത്തു എന്നുള്ളത്. കാർ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര സംഭവമൊന്നുമല്ല. ഇപ്പം ഞാൻ 18 വയസ്സിൽ എനിക്ക് കാർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും മറ്റേ കാറുകൾ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾക്കാണെങ്കിലും അവിടെ XUV, ഇവിടെ ആണെങ്കിലും അതൊരു പുതുമയല്ല. അത് ശരിക്കും ഒരു വലിയൊരു പുതുമയോ വലിയൊരു കാര്യമോ ആയിട്ടല്ല. പക്ഷെ എൻ്റെ സ്വന്തം കുറച്ച് അധ്വാനത്തിൽ ഒരു ചെറിയൊരു വണ്ടി ആണെങ്കിൽ പോലും അതെടുക്കാൻ പറ്റി, അല്ലെങ്കിൽ അത് എടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഞാനായിട്ട് ഡിസൈഡ് ചെയ്ത് ഞാനായിട്ട് വേണം എന്ന് തോന്നി ചെയ്ത എൻ്റെ ഒരു 31 വയസ്സിൽ ഞാൻ എനിക്കായിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു പോയിന്റ് വരെ ഞാൻ ബ്ലാങ്ക് ആയിരുന്നു. പലതും ഞാൻ ചെയ്തെങ്കിലും അത് എനിക്ക് എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളിലേക്കാണ് ഞാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയത്. അപ്പോൾ ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് എനിക്ക് ഒരു എന്താ പറയുക, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ എന്ന് പറയാനായിട്ട് എന്തെങ്കിലും എനിക്ക് വേണം എന്നുള്ളത്. അതിൻ്റെ ആദ്യത്തെ ഒരു പടി എന്നുള്ള രീതിയിലാണ് ഈ കാറ്. ചെറിയൊരു തുടക്കമാണല്ലോ കാര്യം, കുഞ്ഞൊരു കാറാണെങ്കിൽ പോലും അത് ആദ്യത്തെ പടി എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് ഒരു ലിവിങ് സ്പേസ് വേണം എന്നുള്ളത്. കാര്യം അവിടെ ആൻസിഡേറ്റ് ഒറ്റമോനാണ്, അത് ഞങ്ങൾക്കുള്ളതാണ്. ഇതും ഞങ്ങളുടെ വീടാണ്. ഇപ്പം എൻ്റെ വീടെന്നും പറയുന്നില്ല, മമ്മിയുടെ ഡാഡിയുടെ വീടെന്ന് പറയുന്നില്ല, ചേട്ടൻ്റെ വീടെന്നും പറയുന്നില്ല. ഇത് ഞങ്ങളുടെ ഒരു സ്വപ്നവും ഞങ്ങളുടെ എല്ലാവരുടെയും അധ്വാനവും ഉള്ള വീടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ വീടാണ്. അവിടെയും എൻ്റെ എന്ന് പറയാനുള്ളൊരു ഗ്യാപ്പ് ഇല്ല. ഞങ്ങളുടെ വീടാണ്, അവിടെയും ഞങ്ങളുടെ വീടാണ്. പക്ഷെ എൻ്റെ എന്ന് പറയാനായിട്ട് എന്തെങ്കിലും വേണം, എൻ്റെ ഇഷ്ടത്തിന് ഉള്ള എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ എൻ്റെ എന്ന് പൂർണ്ണമായിട്ട് പറയാവുന്ന രീതിയിൽ എന്തെങ്കിലും വേണം. ഒരു ലിവിങ് സ്പേസ് എന്നുള്ളത് എൻ്റെ കുറച്ച് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അത് ഉടനടി വേണം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എപ്പോഴെങ്കിലുമൊക്കെ വേണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ പോലും പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് എന്തോ ഒരു സ്വപ്നം വന്നു പോയ പോലെ ഇന്ന് ഇപ്പോൾ എൻ്റെ എന്ന് പറയാൻ എനിക്കും ഒരു ലിവിങ് സ്പേസിനുള്ള തുടക്കം ഞാൻ ഈ 2024 ചെയ്തത്. കാര്യം നെക്സ്റ്റ് ഇയർ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കാണ് അതിൻ്റെ കയ്യിലേക്ക്, അതായത് പണിയൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ, കയ്യിലേക്ക് കിട്ടുള്ളൂ. പക്ഷെ എൻ്റെ ലൈഫിലെ വലിയൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു ഈ ഒരു ഡിസിഷനും. ഇതും ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നതിനേക്കാൾ ദൈവം ഞാൻ പോലും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഒരു വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ കൊണ്ട് ആരോ എന്നെ ബലം പിടിച്ച് ചെയ്യിപ്പിച്ച പോലെ ചെയ്തു പോയൊരു കാര്യമാണ്. പക്ഷേ ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്, താങ്ക്ഫുള്ളാണ്. ഇപ്പം ആൻസി ചേട്ടനെ ആണെങ്കിലും എൻ്റെ ഫാമിലീനെ ആണെങ്കിലും ബുദ്ധിമുട്ടിക്കാതെ എൻ്റെ എന്ന് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിട്ടും പറയാവുന്ന ഒരു ചെറിയൊരു കാര്യം തുടങ്ങി വെക്കാൻ പറ്റിയത് ഈ ഒരു വർഷത്തിലാണ്. അത് ഞാൻ സ്വപ്നം പോലും ഈ വർഷം ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമായിരുന്നു. അതും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. എനിക്ക് തോന്നുന്നു മമ്മി അവിടുന്ന് ഇവിടുന്ന് ചെറിയ സൂചനകളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. പക്ഷെ ഞാനത് ഒരു കറക്റ്റ്, കാരണം ആ ഒരു റൂട്ടിലേക്ക് വരാൻ ഞാൻ പിന്നിൽ ചെയ്ത കുറേ ഹാർഡ് വർക്ക്സിന് അത് പലർക്കും അറിയില്ല. അപ്പം അത് എനിക്ക് നിങ്ങളിലേക്ക് ആ ഒരു രീതിയിൽ തന്നെ എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ ബിറ്റും ക്ലിപ്സും ഒക്കെ ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ പണി തുടങ്ങുന്നതേ ഉള്ളൂ. അതൊക്കെ അതിൻ്റെ ഒരു ഫൈനൽ ഒരു ഔട്ട്പുട്ടിലേക്ക് എത്താനായിട്ട് കുറച്ച് മാസങ്ങൾ എടുക്കും. അപ്പോൾ അത് ഒരു കംപ്ലീഷൻ ആയതിന് ശേഷം അതൊരു സ്റ്റോറി ആയിട്ട് അല്ലെങ്കിൽ ഒരു സീരീസ് ആയിട്ട് അതിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് നിങ്ങളെ കാണിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ ഇത് 2024 എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യം ഞാൻ ഹൈഡ് ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യം നിങ്ങളടുത്ത് റിവീൽ ചെയ്തതാണ്. പിന്നെ എന്താ ഈ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയൊക്കെ ഞാൻ ആവാൻ പാടില്ല എന്നുള്ളതും എനിക്ക് ഈ വർഷം മനസ്സിലാക്കി തന്നിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് പെട്ടെന്ന് ഞാൻ ഇമോഷണലി
ഈ ബാലൻസ്ഡ് ആവുന്ന ഒരാളാണ്. പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, ഈവൻ ചിലപ്പോൾ ഒരു കമൻറ്റ് ബോക്സിലെ കമൻ്റ് ആണെങ്കിലും എന്നെ പലപ്പോഴും എന്നെ വല്ലാണ്ട് മോശമായിട്ട് ബാധിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ പലപ്പോഴും ഞാൻ വീഡിയോസ് പോലും ഇടാണ്ട് ആവാറുണ്ട്. ചില കമൻസ് കാണുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ അങ്ങനെ ആവാറുണ്ട്. പക്ഷെ ഇനി ഇപ്പോൾ 2025 ആയി, ഈ നമ്മൾ പല റെസൊല്യൂഷൻസ് എടുക്കുമെങ്കിലും അത് എത്രത്തോളം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മുമ്പത്തെ പോലെ, പണ്ട് ചെയ്തിരുന്ന പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂട്യൂബ് ചാനലാണെങ്കിലും തുടരണം. കരിയർ ആണെങ്കിലും ഇപ്പോൾ പാച്ചു വലുതായി, കരിയർ ആണെങ്കിലും ഇപ്പം സ്റ്റഡീസ് ഒരു സൈഡിലുണ്ട്. ഇപ്പോൾ കലാപരമായിട്ടാണെങ്കിലും ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അത് കുറച്ചും കൂടി ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കാത്തത്, അങ്ങനെ ചോദിക്കുന്നവരുമുണ്ട്. ആ ഒരു കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആവണം. നെക്സ്റ്റ് ഇയർ ഞാനിവിടെ വന്നിരിക്കുമ്പോൾ ആ ഒരു കാര്യത്തിലും കൂടി എന്തെങ്കിലും എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് അതിലേക്കൊന്ന് തിരിയണം എന്നുള്ളൊരു ആഗ്രഹം ഇപ്പോൾ പൊട്ടിമുളച്ചൊരു ആഗ്രഹമാണ്. അതിനി എത്ര നാളത്തെ ആയുസ്സുണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കരിയർ വൈസിൽ. അപ്പം ഏത് റൂട്ടാണെന്ന് എനിക്കറിയില്ല, സ്റ്റഡീസ് ത്രൂ ആണോ അല്ലെങ്കിൽ കലാപരമായിട്ടാണോ, കാരണം നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ല. നമുക്ക് അത് ഏത് റൂട്ടാണ് ദൈവം വഴി തുറന്നു തരുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതും ഒന്ന് ബെറ്റർ ആക്കണം. പിന്നെ 2024 ഞാൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബിസിനസ്. ഞാൻ ഇത്രയും നാൾ ബിസിനസ് ഫാമിലി ആണെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് ഞാൻ കസ്റ്റമേഴ്സിനോട് സംസാരിച്ച് ഞാൻ അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടൊന്നും ചെയ്യാറില്ല. ഞങ്ങൾ പർച്ചേസിങ്ങിനൊക്കെ പോവും, ഇൻവോൾവ് ആണ് എങ്കിലും ഞാനൊരു കംപ്ലീറ്റ്ലി ഒരു വീട്ടിൽ മാത്രം സംസാരിക്കുന്ന, വീട്ടിൽ മാത്രം ഞങ്ങൾ 4 പേരിൽ ഒതുങ്ങുന്ന ബിസിനസ് സംസാരങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരാളായിരുന്നു. പക്ഷേ ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് തോന്നി ഇത് പറ്റില്ല, കുറച്ചും കൂടി ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് തോന്നിയപ്പോൾ ജസ്റ്റ് വീട്ടിലെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ജസ്റ്റ് തുടങ്ങിയിട്ടതാണ്. പക്ഷെ അതും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, വലിയ മോശമില്ലാത്ത രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഇപ്പോൾ ശരിക്കും ഒരു 6 മാസമൊക്കെ ആയിട്ടുള്ളൂ ഞാൻ ഇതിലേക്ക് ഫുള്ളി ഇൻവോൾവ് ആയിട്ട്. അതും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റി. അതിൽ നിന്നും കുറച്ച് സേവിങ്സും കാര്യങ്ങളായിട്ട് ലൈഫ് നല്ല സ്മൂത്തായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ ഈ ഇമോഷണൽ ഇംബാലൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതൊക്കെ ടോളറേറ്റ് ചെയ്ത് അതൊക്കെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഉൾക്കൊണ്ട് കുറച്ചും കൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് ലൈഫ് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ഇപ്പോൾ 2025 നോക്കിക്കാണുമ്പോൾ ഞാൻ അത് മാത്രമേ ഇപ്പം ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒരുപാട് ഗോൾസോ ഒരുപാട് റെസൊല്യൂഷൻസോ ഒന്നും ഇപ്പോൾ എൻ്റെ മനസ്സിലില്ല. ആകെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മളെ ഇഗ്നോർ ചെയ്യുന്നവരെ നമ്മളും ഇഗ്നോർ ചെയ്ത് വിടുക. നമ്മൾ ഒരാൾക്കും കൂടുതൽ അവൈലബിൾ ആവാണ്ടിരിക്കുക, ഒരാളുടെയും പുറകെ പോവാതിരിക്കുക. നമ്മുടെ വാല്യൂ എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക, അത്രയേ ഉള്ളൂ. എന്തായാലും 2024 എൻ്റെ കൂടെ നിന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ആൻസിഡായിട്ട് സൈഡിൽ നിന്നാണെങ്കിലും ഇപ്പോൾ ഇവിടെ ആണെങ്കിലും മമ്മി, ഡാഡി, ചേട്ടൻ, ഡിവൈൻ, ഈവൻ പിള്ളേർ പോലും. സത്യം പറഞ്ഞാൽ ഈ 3 പിള്ളേർ ഇവരാണ് ഒരു ദിവസം ലൈറ്റപ്പ് ചെയ്യുന്നത്. അപ്പം അവരോടൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ എല്ലാ സങ്കടങ്ങളിലും അല്ലെങ്കിൽ എൻ്റെ എല്ലാ ദേഷ്യങ്ങളിലും കൂടെ നിന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പ്രതീക്ഷിക്കാതെ എന്നെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഞങ്ങളിത് സഹായം ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ അവർ കേൾക്കുന്നുണ്ടാവും, കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും ഞങ്ങളാണ്, തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ്. പലരും ഉണ്ട് കേട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത പലരും എന്നെ ചേർത്ത് നിർത്തിയ ഒരുപാട് പേരുണ്ട്. നമ്മൾ ചേർത്ത് നിർത്തുമെന്ന് കരുതിയ ഒരുപാട് പേര് അവഗണിച്ചവരുണ്ട്. അവരും ഇത് പലരും കാണുന്നുണ്ടാവും. അപ്പം ആരെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഏത് കാറ്റഗറി ആണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളവരും ഒരുപാട് പേരുണ്ട്. എല്ലാവരോടും ഒത്തിരി താങ്ക്ഫുള്ളാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പം
മോശം കണ്ടന്റ് ആണെങ്കിൽ പോലും ഞാൻ പോലും കാണാൻ ആഗ്രഹിക്കാത്ത ചില വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലും കണ്ട് സപ്പോർട്ട് ചെയ്ത് അതിൽ കറക്ഷൻസും അല്ലെങ്കിൽ ഇന്ന കണ്ടന്റ് ചെയ്തോളോ അല്ലെങ്കിൽ അതിൻ്റെ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരോടും ഒക്കെ ഒരുപാട് താങ്ക്സ് പറയാണ്. വേറെ എന്താ, ഇനിയിപ്പം എനിക്ക് ഇത്രേ അഷ്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വരുന്ന, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇനി വരുന്ന ഇനിയെങ്കിലും കുറച്ചും കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ചും കൂടി ക്വാളിറ്റി കണ്ടൻസ് കുറച്ചും കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്ന വീഡിയോസ്, കുറേ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോസ് വെറുതെ ഒരു വഴിപാട് കഴിച്ച് ചെയ്ത വീഡിയോസ് പോലെ അല്ലാതെ എനിക്കും കൂടി എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്കും കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല കണ്ടൻറ്റ്, അല്ലെങ്കിൽ കണ്ടൻറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, നമ്മളെപ്പോഴും ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളാണ് ചെയ്യുന്നത്. എൻ്റെ ലൈഫിൽ എന്ത് നടക്കുന്നോ അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടാവട്ടെ, അത് എനിക്കും എൻജോയ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റട്ടെ, നിങ്ങൾക്കും കണക്ട് ചെയ്ത് ആ വീഡിയോസ് എൻജോയ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ കൂടെ വേണം. എല്ലാവർക്കും 2025 ഒരു നല്ല വർഷമാവട്ടെ. കൂടെ എനിക്കും ഒരുപാട് കാര്യങ്ങൾ നടക്കാനുള്ള ഒരു വർഷം, ഒരുപാട് നല്ല കാര്യങ്ങൾ. ഇപ്പോൾ 2-3 വർഷമായിട്ട് വളരെ മോശം എക്സ്പീരിയൻസിലൂടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ മുഴുവനായിട്ട് പറയാൻ പറ്റില്ല, എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അതുപോലെ എനിക്കും ചെറിയ അപ്സ് ആൻഡ് ഡൗൺസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വർഷമായിരുന്നു 2025. കഴിഞ്ഞു പോയ എല്ലാ വർഷത്തിനേക്കാളും കുറച്ചും കൂടി കൈൻഡായിട്ട് ഇരിക്കട്ടെ എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ലതായിട്ടിരിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ, ആയുസ് തരട്ടെ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഇനി നാളെ തൊട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഡെയിലി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ അത് പ്രാക്ടിക്കലായിട്ടും എനിക്ക് നടത്താൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം എന്നുള്ള പ്രതീക്ഷയോടെ